അങ്ങനെ കുറേ ദിവസത്തെ മഴയ്ക്ക് ശേഷം ഇന്ന് കുറച്ച് വെയിൽ കണ്ടപ്പോൾ, വെയിലല്ല ഒന്ന് തോർച്ച കണ്ടപ്പോൾ നമ്മൾ നമ്മുടെ പിള്ളേരെ ഒന്ന് തുറന്നു വിട്ടു. ഇവരെ ഒന്ന് തുറന്നു വിടേണ്ട മെയിൻ കാരണം എന്ന് പറയുന്നത്, അതായത് അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, കൂട്ടിൽ കിടന്നു കഴിഞ്ഞാൽ ആകെ ചെളിയും വെള്ളമൊക്കെ ആയിട്ട് പ്രശ്നങ്ങളാവും. ഇവർക്കൊന്ന് ഡ്രൈ ആവാനും അതോടൊപ്പം തന്നെ ഈ കാണുന്ന പോലെ ബ്യൂട്ടീഷ്യനും ചെയ്യാനുള്ള അവസരം കിട്ടിയില്ലെങ്കിൽ ഇവരുടെയൊക്കെ കാര്യം പോക്കാണ്. ആരോഗ്യത്തിന് വളരെയധികം പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇവരെ തുറന്നു വിടുന്ന ഗ്യാപ്പിൽ കൂടെ ഒന്ന് ഡ്രൈ ആയി കിട്ടും, അതോടൊപ്പം തന്നെ ഇവരും ഹാപ്പിയായി കിട്ടും. അങ്ങനെ തുറന്നു വിട്ട പാടെ തന്നെ ഇന്നിനി എങ്ങോട്ട് പണിക്ക് പോകണമെന്നുള്ള വലിയ ചർച്ചയിലാണെന്ന് തോന്നുന്നു എല്ലാവരും കൂടെ അവിടെ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടത്. കൂട്ടം കൂടി നിൽക്കുന്നതിൻ്റെ ഇടയിൽ വലത്തെ സൈഡിൽ കാണുന്ന വെള്ളപ്പൂവനെ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളുക. അങ്ങനെ ഇവർ കുറച്ചധികം നേരമായിട്ടും പണിക്കൊന്നും പോകാതെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ വീട്ടിലിരിക്കുന്ന ചക്കയിൽ നിന്ന് കുറച്ചെടുത്ത് ഇവർക്ക് ഇട്ട് കൊടുക്കാമെന്ന്. നമ്മൾ കുറച്ച് കഴിച്ചതിന് ശേഷം ബാക്കി ചക്ക എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് എല്ലാവരും ആക്രാന്തത്തോടെ വന്ന് ഇന്ന് കൊത്തിപ്പറിച്ച് തിന്നുന്ന രംഗമാണ് കണ്ടത്. വീണ് പോയൊരു ചക്കച്ചുള കൊത്തിപ്പറിച്ചുകൊണ്ട് നിൽക്കാനുള്ള ആക്രാന്തത്തിനിടയിലാണ് മറ്റുള്ളവരെല്ലാവരും ഇവിടെ മടലിൽ വന്ന് നല്ല രീതിക്ക് കട്ടക്കിരുന്ന് പണിയെടുത്ത് അത് കാലിയാക്കി തീർക്കുന്ന രംഗം കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ് കിട്ടിയ ചക്കച്ചോളം എല്ലാവരിലേക്കും വിളിച്ചു വരുത്തി അവർക്കൂടെ കൊടുക്കുന്ന ഉത്തരവാദിത്തത്തിലാണ് നമ്മുടെ മെയിൻ കാരണവർ. എന്തായാലും കാരണവർ വിളിക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെ വലിയ മടലിനകത്ത് നിന്ന് എല്ലാവരും കൂടെ ആവശ്യത്തോടെ കൊത്തിപ്പറിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അദ്ദേഹം കാണുന്നില്ലെന്ന് തോന്നുന്നു. അങ്ങനെ എന്തായാലും നമ്മുടെ ഒരു പൂവനെ, അതായത് നമ്മൾ ഈ കാണിച്ച വെള്ളപ്പൂവനെ ഇടയ്ക്ക് നമുക്ക് തട്ടി തിന്നേണ്ടി വന്നു. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിനെ മാത്രം ഇവിടെ നിർത്തി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിട്ട് പലരും പല വഴിക്കായി പോകും. പല വഴിക്കായിട്ട് പോയിരിക്കുന്ന കോഴികളെ പട്ടിക്കും കീരിക്കും പിടിക്കാനുള്ള സുഖം, എളുപ്പമായതുകൊണ്ട് നമുക്ക് തൽക്കാലം കുറച്ച് പേരെ ഇതിൽ നിന്ന് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് അദ്ദേഹത്തിനെ നമ്മൾ കൊന്നു കഴിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ കൊടുത്തുവിടായിരുന്നു എന്ന് ചോദിക്കുന്ന സുഹൃത്തുക്കളോട് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇവിടെ വാങ്ങാൻ വരുന്ന എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 3-3.5 കിലോളം തൂക്കം വരുന്ന പൂവന്മാരെയാണ്. പക്ഷേ നമ്മുടെ ഈ പൂവന്മാർക്ക് അത്രയും തൂക്കം വയ്ക്കാറില്ല. 2.5-2.25 മാക്സിമമാണ്, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ 3 എന്ന് വേണമെങ്കിലും പറയാം. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ നമ്മുടെ ഈ ടൈപ്പ് ബ്രീഡിൻ്റെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവരെയൊക്കെ കൂട്ടിലിട്ട് നമ്മൾ ബ്രോയിലർ സ്റ്റാർട്ടറോ ബ്രോയിലർ ഗ്രോവറോ ഫിനിഷറോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല തൂക്കം വയ്ക്കും. പക്ഷേ നമ്മളിവരെ വളർത്തുന്ന രീതി എന്ന് പറയുന്നത് ഇതുപോലെ ഓപ്പൺ അല്ലെങ്കിൽ ഫ്രീ റേഞ്ച് ഫാമിംഗ് ആണ്. ഈ ഫ്രീ റേഞ്ച് ഫാമിംഗ് ആയതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ആ കൂടുതൽ ആരോഗ്യവും അതോടൊപ്പം തന്നെ ഇവരെ വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് അധികം മരുന്നുകൾ ഇവരിൽ പ്രയോഗിക്കേണ്ടി വരാത്തതും. ആ ഗ്യാപ്പ് കിട്ടിയപ്പോൾ തന്നെ നമ്മുടെ കരിങ്കോഴി പിള്ളേരെയും തുറന്നു വിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും പിറ്റേ ദിവസം നമുക്ക് കുറച്ചുകൂടെ വെയിൽ കിട്ടിയപ്പോൾ അതേ ദിവസവും നമ്മൾ ഇതുപോലെ നമ്മുടെ പിള്ളേരെ എല്ലാവരെയും തുറന്നു വിട്ടു. തുറന്നു വിട്ടപ്പോഴത്തേക്ക് പലരും അവിടെ ഇവിടെ എല്ലാം കറങ്ങി നടക്കുന്നുണ്ട്. ചിലരെല്ലാം വെയിൽ കായാൻ പോയി കിടക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും വെയിൽ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഇവരും ഹാപ്പിയാണ്, നമ്മളും താരതമ്യേന ഹാപ്പിയാണ്. വെയിൽ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് കുറച്ചുകൂടെ ഒന്ന് ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം നമ്മൾ തലേന്നിരുന്ന വേസ്റ്റ് കൊണ്ടിട്ട് കൊടുത്തപ്പോഴാണ് ഇദ്ദേഹം പ്ലേറ്റിൽ കയറി ഇരുന്നിട്ട് ആക്രാന്തത്തോടെ കൊത്തിപ്പറിച്ച് തിന്നുന്നത് കാണുന്നത്. അപ്പോൾ ഈ കോഴി എന്ന് പറയുന്നത് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ക്രോയിലർ ഇനത്തിൽപ്പെടുന്ന കോഴികളാണ്. ഈ കൂട്ടത്തിൽ കിട്ടിയ നമുക്ക് 2-3 പേരൂടെ ഉണ്ടായിരുന്നു. അവരൊക്കെ മഴ മൂർച്ഛിച്ചപ്പോൾ, ഈ മഴയത്തല്ല ഇതിന് മുന്നത്തെ മഴയിൽ മഴ മൂർച്ഛിച്ചപ്പോൾ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി. എന്താണെന്നറിയില്ല, നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന കോഴികളുടെയൊക്കെ ആരോഗ്യം താരതമ്യേന വളരെ കുറവാണ്. അപ്പോൾ ഇതിനെയും കൂടെ താരതമ്യം ചെയ്തിട്ടാണ് നമ്മുടെ കോഴികളും ഈ കോഴികളും തമ്മിലുള്ള വളർത്താനുള്ള എളുപ്പത്തെ പറ്റി നമ്മൾ മുന്നേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവർക്ക് വേണ്ടി നമ്മൾ ചിലവാക്കേണ്ട മരുന്നിൻ്റെ ചിലവിൻ്റെ അല്ല, ഇവരെ പൂർണ്ണമായിട്ട് ആരോഗ്യത്തോടെ നിലനിർത്തുക എന്ന് പറയുന്നത് താരതമ്യേന കുറച്ചുകൂടെ കഷ്ടപ്പെട്ട പരിപാടിയാണ്. പക്ഷേ നമ്മുടെ കോഴികളാണെങ്കിൽ അത്ര കഷ്ടപ്പാട് വരുന്നില്ല. അപ്പോൾ ഈ കാണിച്ചതെന്ന് പറയുന്നത് സ്വയമേ ഇദ്ദേഹം കയറിയതാണ്, നിങ്ങളെ എല്ലാവരെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻക്യുബേറ്ററിൽ അവസാനത്തെ കുഞ്ഞുങ്ങളെ നമ്മളിന്ന് വിരിച്ചിറക്കുകയാണ്. ഇനി നമ്മൾ ഉടനെ എന്തായാലും ഇൻക്യുബേറ്റർ പ്രവർത്തിപ്പിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ റീസൺ ഇതാണ്, നമുക്ക് കിട്ടുന്ന മുട്ടകളൊക്കെ ഇതുപോലെ പൊട്ടിച്ചിട്ടാണ് നമ്മുടെ അന്തർജനങ്ങൾ ഇട്ട് തരുന്നത്. അതോടൊപ്പം തന്നെ പലയിടത്തുമായിട്ടാണ് ഇവർ മുട്ടയിട്ട് വയ്ക്കുന്നത്. അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് മുട്ടയിടാൻ വേണ്ടിയിട്ട് നമ്മളൊരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കി കൊടുത്താൽ ഇവർ കറക്റ്റായിട്ട് മുട്ട തരുമെന്ന്. പക്ഷേ സുഹൃത്തുക്കളെ, അങ്ങനെയല്ല കാര്യം. നമ്മളിതിപ്പോൾ മുട്ടയിടാൻ വേണ്ടിയിട്ട് ഇവർ എവിടെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒന്നെങ്കിൽ കീരി കൊണ്ടുപോകുക അല്ലെങ്കിൽ പൂച്ച കൊണ്ടുപോകുക എന്നുള്ള പ്രശ്നങ്ങളുണ്ട്. അതായത് മുട്ടകളാണെങ്കിൽ കൂടെയും ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ 2-3 വട്ടം അത് പരീക്ഷിച്ചിട്ട് അത് വർക്കാവാത്തത് കൊണ്ട് തൽക്കാലം ഉപേക്ഷിച്ചത്. അപ്പോൾ അടുത്തൊരു തീർപ്പാക്കുന്നത് വരെ നമ്മൾ തൽക്കാലം ഇൻക്യുബേറ്റർ ലോഡ് ചെയ്യുന്നില്ല. കാര്യം കറണ്ട് ബില്ലും അതോടൊപ്പം തന്നെ ചിലവും നോക്കുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും ഇൻക്യുബേറ്ററിനെ ഈ ചെറിയ മുട്ടയുടെ അളവിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് കോഴികളെ വളർത്താനും കോഴികളോടും ഇഷ്ടമുള്ള എല്ലാ സുഹൃത്തുക്കളും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.